എല്ലാവർക്കും സാജ് ഫാമിലിയുടെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യത്തെ തന്നെ ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് എവിടെയാണെന്നുള്ളത്. അതെ, അത് അവിടെ തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ സ്വന്തം UAEയുടെ സമ്പന്നമായ പൈതൃകത്തിൻ്റെ ഒരു ആഘോഷം എന്ന് പറയാം, ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ടുണ്ടായ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ കൊച്ചു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരോ ഇൻഫോർമേഷൻസും ഈ വീഡിയോയിലൂടെ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ, ഒപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എങ്കിൽ കൂടിയേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഒപ്പം തന്നെ ചെറിയൊരു കമൻറ്റും ലൈക്കും ഷെയറൊക്കെ തരണേ. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. അവിടെ പാർക്കിംഗ് ഉണ്ട്, ഫ്രീ പാർക്കിംഗ് ആണ് നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ പയ്യെ നടന്നു വരുമ്പോൾ നമുക്കിത് ടിക്കറ്റ് കൗണ്ടറുകൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ കാർഡിൻ്റെയും കാഷിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള കൗണ്ടേഴ്സാണ് ഈ കാണുന്നത്. നമുക്ക് സ്വയം സെൽഫായിട്ട് നമുക്ക് പോയിട്ട് നമ്മുടെ ഞങ്ങൾ കാർഡ് കൗണ്ടറാണ് യൂസ് ചെയ്തത്. അപ്പോൾ കാർഡ് ഇട്ടിട്ട് നമുക്ക് അതിൽ നിന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ തന്നെ ആളുകളുണ്ട്. നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ചോദിക്കാം. പക്ഷേ വളരെ ലളിതമായിട്ടാണ് ഇതിൽ കൂടെ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാൻ കിട്ടും. 10 ദിർഹമാണ് ഒരാൾക്ക്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ ആണ് കേട്ടോ. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിതാ നേരെ മെയിൻ എൻട്രൻസിൻ്റെ അവിടേക്ക് വരും. അവിടെ സ്കാൻ ചെയ്തിട്ട് നമ്മളെ നേരെ ഉള്ളിലേക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്ത് നേരെ എൻട്രൻസ് ഉള്ളിലേക്ക് കയറ്റിവിടും. അവിടെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് ആണുള്ളത്. അപ്പം അതെന്തിനാന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് അവിടെ ഒരു സ്കാനിങ് ഉണ്ട്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാനും നമ്മുടെ ബാഗ് ചെക്കിംഗ് ആണ് മെയിനായിട്ട്. നമ്മളെ കയ്യിലുള്ള എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, അവർ സ്കാൻ ചെയ്ത് വിടുന്നുണ്ട്. ഫുഡായിട്ടുള്ള ഐറ്റംസ് അതുപോലെ അഗ്രസീവ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാവരും ഇവിടെ എന്താ പറയുക, അവർ അലൗ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒരു ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. പക്ഷേ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും പ്രശ്നമില്ല. കുഞ്ഞു കുട്ടികളുടെ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന്, അതായത് മിൽക്ക് പൗഡർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഉള്ളിൽ കയറി കഴിഞ്ഞൊരു വിശാലമായ ഷോറൂം എന്ന് പറയുന്ന പോലെ ഒരു ചെറിയൊരു എൻട്രൻസ് പോലെ നമുക്ക് ഫീൽ ചെയ്തെങ്കിലും ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഒരുമിച്ച് കണ്ട, ലോകം മൊത്തം ചുറ്റിക്കണ്ട ഒരു പ്രതീതിയായിരുന്നു കേട്ടോ ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടാക്സിയും നമ്മൾക്ക് ഇവിടേക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല നമ്മുടെ സ്വന്തമായിട്ടുള്ള കാറിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് അങ്ങനെയും നമുക്ക് വരാവുന്നതാണ് കേട്ടോ. 2024 നവംബർ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ഫെസ്റ്റിവല് 2025 ഫെബ്രുവരി 28 വരെ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ വന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൻ്റെ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഫ്രൈഡേ സാറ്റർഡേ ആണെങ്കിൽ 4 മണി ഈവനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വെളുപ്പിന് 1 മണി വരെ ഉണ്ടാവും കേട്ടോ. 4 PM to 1 AM ആണ്. മറ്റു ദിവസങ്ങളാണെങ്കിൽ 4 PM to 12 AM വരെയാണ് കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുടെ പവലിനിയൻസ് കാണാൻ സാധിക്കും. അതായത് ഓരോ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചിട്ടുള്ള സ്റ്റാളുകളും അവിടുത്തെ ആ രാജ്യത്ത് അവിടെ ഫേമസ് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനെ കൂടുതലായിട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള സംഭവങ്ങൾ. അതുപോലെ ഒരുപാട് നമുക്ക് എന്താ പറയുക, പ്യുവറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ഈജിപ്റ്റ്, സിറിയ എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ തായ്ലൻഡ് എന്ന് പറയേണ്ട ഒരുപാട് രാജ്യങ്ങളുടെ ഉണ്ടായിരുന്നു കാണാനും അതുപോലെ തന്നെ കേൾക്കാനും. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട്, ഓരോ പൈതൃകങ്ങളെക്കുറിച്ച് നമുക്ക് ആസ്വദിക്കാനും അതുപോലെ തന്നെ ഓരോ ഇതുകളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നു. ശരിക്കും നല്ല രസകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി. ഇത് ഫാമിലി ട്രീ ആണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെയും അതുപോലെ തന്നെ പാരൻസിൻ്റെയും മക്കളുടെയൊക്കെ പേരുകൾ എഴുതി ആ ഫാമിലി ട്രീ നമുക്ക് അവിടെ ഉണ്ടാക്കി തരും. അതിന് 50 ദിർഹമായിരുന്നു കേട്ടോ വില പറഞ്ഞു. അപ്പം ഞങ്ങളും ഒരു ഫാമിലി ട്രീ മേക്ക് ചെയ്ത് നമ്മൾ വാങ്ങിച്ചായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പം അതൊരു എന്താ പറയുക, ഈ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിനൊക്കെ വന്നു കണ്ടു എന്നുള്ളത് കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്മരണ എന്ന വണ്ണം നമുക്കത് മനസ്സിലാക്കാം, ഓർക്കാം. അങ്ങനെ ഒരു ഇതായിട്ടൊരു രസമായിട്ട് കണ്ടപ്പോൾ ഒരു നല്ലൊരു ഭംഗി തോന്നി. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ. അതാ ഞങ്ങളുടെ പേരുകളെല്ലാവരെയും എഴുതിയിട്ട് അവർ നമുക്ക് തന്നു.
From Kerala? Yes. Yeah, I like India. This for you. This. Sweet and nice and nice and wonderful. Say you, my friend. Hello. What's your name? Paisya? Iran. Iran. Yes, my name is Bilal from Syria. Syrian, okay? This my friend. This engineer in future. Okay? Want to start? Yes. Nice. What brand? This juice, red berry juice. Excuse me. This for you, my friend. You, my friend, okay? My name is Bilal. Remember me. And photo. Welcome, boss. Not one cup. One cup, 20 dirham. How much? 20 dirham. Yes. Indians, you are fools. Welcome, boss. We'll come back. Inshallah. Indian ज़्यादा बोलो. ഇവിടെ പിന്നെ ഇതുപോലുള്ള പ്രോഗ്രാംസുകൾ ഉണ്ടായിരിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഓരോരോ രാജ്യങ്ങളിൽ ഇതിൻ്റെ സ്റ്റാളിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴോ ചിലപ്പോൾ അവരുടേതായ രീതിയിലുള്ള കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അതല്ല എങ്കിൽ തന്നെ ഇവിടെ കോമൺ ആയിട്ടുള്ള സ്റ്റേജുകളിലും ഒക്കെ ആയിട്ട് നിന്നിട്ടൊക്കെ നമുക്ക് പ്രോഗ്രാമുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് പാകിസ്ഥാൻ്റെ ഒരു സ്റ്റാളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് ഇതിനകത്ത് കാണാനുണ്ടായിരുന്നു. അവരുടേതായിട്ടുള്ള ക്ലോത്തുകളും പിന്നെ എന്താ പറയുക അവിടുത്തെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ ആയിട്ടുള്ള ഇതും അതുപോലെ തന്നെ വൂളിൻ്റെ ആയിട്ടുള്ള വസ്ത്രങ്ങളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ളൊന്നും ഇവിടെ ഒന്നും പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടെ നിന്നല്ല ഒരു സ്ഥലത്തും മൊത്തത്തിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും കാണാനായിട്ടുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് തന്നെ. അതുപോലെ തന്നെ ഞങ്ങൾ വന്നത് ഒരു ഡിസംബർ ടൈമിലായിരുന്നു. ഡിസംബർ ലാസ്റ്റ് ആവാറായപ്പോഴായിരുന്നു. അപ്പോൾ കാലാവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ആ സമയത്തും നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ ഒരു ഇച്ചിരി തണുപ്പ് കൂടുതലാണ്. ഇപ്പം നമ്മൾ സിറ്റിയിൽ നിന്നാണ് അവിടേക്ക് പോയത്. അപ്പം നമ്മുടെ അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ അവിടെ ആ സമയത്ത് തന്നെ കുറച്ചധികം തന്നെ തണുപ്പായിരുന്നു. അപ്പം തണുപ്പുള്ള സമയമാണെങ്കിൽ എന്തായാലും ആ ഒരു ഏരിയയിൽ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ അതിനുള്ള വസ്ത്രങ്ങളൊക്കെ മക്കളൊക്കെ ഇടിപ്പിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരാണെങ്കിൽ സ്ട്രോളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവിടെ സ്ട്രോളറൊക്കെ നന്നായിട്ട് ഇരുട്ടിക്കൊണ്ട് പോകാനുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്കുള്ളത്. എല്ലാം ഈസി വേസ് ആണ്. ഇനി അതല്ല എങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ റെൻറ്റിന് സ്ട്രോളർ ആണെങ്കിലും അതുപോലെ തന്നെ വീൽ ചെയർ ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അവിടെ വാഷ്റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമും ഒക്കെയാണ്. പിന്നെ ഇവിടെ എടുത്ത് പറയപ്പെടേണ്ട മറ്റൊരു സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ശരിക്കും അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സ്ഥലങ്ങളല്ല, ഒരുപാട് ആക്ടിവിറ്റികളും അതുപോലെ തന്നെ ഒരുപാട് ഷോകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് കാണാൻ സാധിച്ച അതിമനോഹരമായ മറ്റു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാനായിട്ട്. ഓരോ കാര്യങ്ങളും അങ്ങനെ എന്താ പറയുക ഓരോന്നും ഇങ്ങനെ അടക്കി പെറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ഓരോ ഡ്രസ്സുകളായിട്ട് എല്ലാതാവട്ടെ നല്ല ഭംഗിയായിരുന്നു. ഒരു പ്രത്യേക ഒരു നമുക്ക് എന്തോ നമ്മുടെ ഇന്ത്യ ആയതുകൊണ്ടായിരിക്കും ഒരു പ്രത്യേക ഒരു സന്തോഷമായിരുന്നു നമുക്ക് ആ ഒരു കൗണ്ടറിൽ കൂടെ പോയി ഇങ്ങനെ നടന്ന് എല്ലാം കാണുമ്പോണ്ടായിരുന്നത്.
പിന്നെ ഇവിടെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിന് നിങ്ങൾ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും വന്ന് കാണേണ്ട, വിട്ട് കളയാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഇതാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് തായ്ലൻഡിൻ്റെ ആ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ആ ഒരു രീതിയിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ശരിക്കും നല്ല മനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയൊന്നും ആവില്ല, അത്രത്തോളം ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതായത് ഞങ്ങൾ തായ്ലൻഡിൽ പോയതാണ്, ഫ്ലോട്ടിംഗ് മാർക്കറ്റിലും പോയതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അവിടെ പോയി അതിനേക്കാളൊക്കെ നല്ല ഭംഗിയിലാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ എന്താ ഒറിജിനലായിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിനേക്കാളും അതിനേക്കാളും എന്താ പറയുക ഗംഭീരമായൊരു കാഴ്ചയായിരുന്നു ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. മാത്രമല്ല ഇവിടെ നമുക്ക് തായ്ലൻഡിൻ്റെതായിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലായിടത്തൊക്കെ കണ്ട് ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ട് ടയേർഡായി കഴിഞ്ഞാൽ ഇവിടെ വരാനും ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എല്ലാതും കാണാനും അത് ടേസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ അവർ ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ആ ഒരു എന്താ പറയുക ആ ബോട്ടിലൊക്കെ ഓരോരോ ബോട്ടായിട്ട് ഇങ്ങനെ സജ്ജീകരിച്ച് വെച്ചിട്ടിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഒപ്പം തന്നെ ഇവരെ തന്നെ ചെറിയൊരു കൾച്ചർ ഷോ പോലെ അങ്ങനെയും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ഇവിടെ എന്തായാലും വന്ന് കാണണം. മറ്റൊരു ആകർഷകമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫ്ലൈ നൗ എന്ന് പറഞ്ഞ് കാണുന്ന ഈ ഒരു ഹെലികോപ്റ്റർ എക്സ്പീരിയൻസ്. ഇത് അമേസിംഗ് ആയിട്ടുള്ള ഒരു 5D ടെക്നോളജി വെച്ചിട്ടുള്ള UAE മൊത്തം നമുക്കൊന്ന് കറങ്ങി കാണാനായിട്ട് സാധിക്കുന്ന ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 പേർക്ക് 70 ദിർഹമായിരുന്നു കേട്ടോ. ശരിക്കും ഒരു എൻജോയ് ചെയ്യാവുന്ന, എല്ലാവർക്കും ഇവിടെ വരികയാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കാണാൻ സാധിച്ച മറ്റൊരു സംഭവമാണ് ഹെറിറ്റേജ് വില്ലേജ്. UAEയുടെ ആ ഒരു പൈതൃകത്തെ അങ്ങനെ തന്നെ പകർത്തി എഴുതിയിരിക്കുന്ന, തീർത്തും വന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരുപാട് കാഴ്ചകളും ഒരുപാട് അറിവുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു.
പിന്നെ ഒരു ഏരിയ ഫുൾ എന്ന് പറയുന്നത് കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഫുൾ ആയിട്ടുള്ള എന്താ പറയുക അഡ്വഞ്ചർ ആയിട്ടുള്ളതാണെങ്കിലും അതല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സാധാരണ രീതിയിലായിട്ടുണ്ടെങ്കിലാണെങ്കിലും ഉള്ള നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസിൻ്റെ ഒരു ഏരിയാസ് ആയിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത് കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു ഇവിടെ കാണാനെന്നല്ല ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. അപ്പം നല്ല അഡ്വഞ്ചറൊക്കെ ആയിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ, ശരിക്കും ഈ ഒരു ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി പാക്കേജ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം എല്ലാ തരത്തിലുള്ള ആളുകൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പകർത്തിയ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. ഷെയ്ഖ് സാദ് ഫെസ്റ്റിവലിൽ ഒരുപാട് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഒത്തിരി അവിടെ കാണാനായിട്ടുണ്ട്. അപ്പോൾ ഇനിയും പോകാത്തവരായിട്ടുണ്ടെങ്കിൽ പോയി എത്രയും പെട്ടെന്ന് കാണേണ്ടതാണ്. അപ്പോൾ ഇനിയും മറ്റു വീഡിയോകളുമായിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒപ്പം തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.